നമസ്കാരം. നമ്മളിന്ന് പറയുന്നത് എന്താണ്, ഫ്ലോ ഇൻ എ കൺവെർജൻ ഡൈവർജൻ നോസിലാണ് പറയുന്നത്. മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞത് ഫ്ലോ ത്രൂ എ കൺവെർജൻ നോസിൽ, ഇത് കൺവെർജൻ ഡൈവർജൻറ്റ്. അപ്പോൾ രണ്ട് ടെക്സ്റ്റ് ബുക്കിൽ രണ്ട് രീതിയിൽ ഘടകങ്ങളുണ്ട്. ഇത് സെന്തിൽ എന്ന് പറയുന്ന അവതാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിലത്തെ ഫിഗറാണിത്. അതിൽ കൊടുത്തിട്ടുള്ളത് നേരെ കൺവെർജൻറ്റ് ഡൈവർജൻ നോസിൽ കൊടുത്തിട്ട് അതിൽ എന്താണ് സ്റ്റാൻഷൻ പ്രഷർ കാണിച്ചിട്ടുണ്ട്, എക്സിറ്റ് പ്രഷർ കാണിച്ചിട്ടുണ്ട്, പിന്നെ ത്രോട്ടിൻ്റെ. അപ്പോൾ എന്താണ് ഈ പ്രഷർ വേരിയേഷൻ അലോങ് ദി ഡയറക്ഷൻ. അപ്പോൾ ഇതിൽ ഇത് ഡിസൈൻ കണ്ടീഷൻ, ഈ കാണുന്ന നാലാമത്തെ ലൈൻ. ബാക്കിയെല്ലാം ഓഫ് ഡിസൈൻ കണ്ടീഷനാണ്. പിന്നെ ഇവിടെ കേസ് ഷോക്ക് വരുമ്പോൾ ഉള്ളത്. അപ്പം ഇതിനേക്കാളും ഡീറ്റെയിൽ ആയിട്ടൊരു ഫിഗർ ഇതിലൂടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ ആഹിയ എന്നുള്ള ടെക്സ്റ്റ് ബുക്കിലാണ്. ഇതാണ്. അപ്പോൾ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഈ മുമ്പ് പറഞ്ഞ പോലെ എന്താണ് ഫ്ലോ ത്രൂ എ കൺവെർജൻ ഡൈവർജൻ നോസിൽ ഫ്രം എ റിസർവോയർ. ഇതാണ് റിസർവോയറിൻ്റെ P0 T0 ρ0 ആർ ക്യാപിറ്റൽ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സോസ്റ്റ് ചാമ്പറിലേക്കാണ് പോകുന്നത്. എക്സോസ്റ്റ് ചാമ്പർ കണക്റ്റഡ് ടു എന്താണ് എക്സോസ്റ്റ് കണക്റ്റഡ് ടു വേറെ സംവിധാനമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വാക്യൂം പ്രഷർ വേരിയബിൾ ആയിട്ടുള്ള ഒരു വേറൊരു വെസലിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു വാൽവ് വഴി നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാം ഇവിടുത്തെ പ്രഷർ, ബാക്ക് പ്രഷർ. അപ്പോൾ എക്സോസ്റ്റ് ചാമ്പർ പ്രഷർ അഥവാ ബാക്ക് പ്രഷർ അറിയാമല്ലോ, മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. PB ക്യാൻ ബി വാരീഡ് ബൈ മീൻസ് ഓഫ് എ വാൽവ്. ഈ നോസിൽ എക്സിറ്റുള്ള പ്രഷറിനെ നോസിൽ എക്സിറ്റ് പ്രഷർ PE എന്നാണ് പറയുക. ഇവിടെ ഒരു പുതിയതായിട്ട് വന്ന കേസ് എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞത് കൺവെർജൻ നോസിലിൽ ത്രോട്ട് എന്നൊന്നും സംഭവം ഉണ്ടായിരുന്നില്ല. ഇവിടെ കൺവെർജൻ ഡൈവർജൻ നോസിൽ ത്രോട്ട് ഉണ്ട്. അപ്പോൾ അതാണ് ഒരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസ് ഇത് P0 സ്റ്റാഗ്നേഷൻ പ്രഷർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സോസ്റ്റ് ചേമ്പറിലെ പ്രഷറും P0 തന്നെ കൊടുത്തതെന്നുണ്ടാവും. ആ ഒരു ലൈൻ ഇതിൽ അവിടെ കാണിച്ചിട്ടില്ല. ആ ലൈൻ വരികയാണെങ്കിൽ എന്ത് വരും, ഇതായിട്ട് വരും. എക്ക് മുമ്പിൽ ഒരു 0 എന്നൊരു ലൈൻ വരും. അപ്പോൾ എന്ത് വരും, ഫ്ലോ ഒന്നും നടക്കില്ല. പ്രഷർ സെയിം ആയിരിക്കും, സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടാകും. പ്രഷർ സെയിം ത്രൂ ഔട്ട് ദി നോസിൽ. ബാക്ക് പ്രഷർ P0 തന്നെ കൊടുക്കുകയാണെങ്കിൽ, അപ്പോൾ ഇത് P0 എന്നുള്ള പ്രഷർ കൊടുക്കുകയാണെങ്കിൽ, ബാക്ക് പ്രഷർ PB = P0 കൊടുക്കുകയാണെങ്കിൽ ഉള്ള അവസ്ഥയാണ് ഈ സ്ട്രെയിറ്റ് ലൈൻ. രണ്ടാമത്തെ കേസ് നമ്മൾ കേസ് എ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ബാക്ക് പ്രഷർ കൊടുക്കുന്നത് ഈ സ്റ്റാഗ്നേഷൻ പ്രഷറിനേക്കാളും താഴെയുള്ളൊരു വാല്യൂ, കുറച്ച് താഴെയുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഭാഗം ഇവിടേക്ക് മാക് നമ്പർ <1 അതിന് തന്നെ ഫ്ലോ വെലോസിറ്റി ഇങ്ങനെ മെല്ലെ കൂടി വരില്ല. 0 ഫ്ലോയിൽ നിന്ന് വെലോസിറ്റി കൂടി വരികയാണ്. അപ്പോൾ ഇതൊക്കെ നോസിലായിട്ട് ആക്ട് ചെയ്യും ഈ ഭാഗങ്ങളൊക്കെ. അങ്ങനെ ത്രോട്ട് വരെ വരും, നോസിലായിട്ട് ആക്ട് ചെയ്യുമ്പോൾ വരും, പ്രഷർ താഴ്ത്തിക്ക് വരും, പ്രഷർ കുറയും, വെലോസിറ്റി കൂടും. അതാണുള്ള നോസിൽ സംഭവിക്കുക. അങ്ങനെ പ്രഷർ കുറഞ്ഞു വന്നു. അങ്ങനെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ ഇതിൻ്റെ ഷേപ്പ് ഡൈവർജിങ് ആണ്. അപ്പോൾ ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യും. എന്നിട്ട് തിരിച്ച് പ്രഷർ ഗെയിൻ ചെയ്യും, വെലോസിറ്റി കുറയും, പ്രഷർ കൂടും. അങ്ങനെ തിരിച്ച് ഈ ബാക്ക് പ്രഷറിലേക്ക് വരും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇനി നമുക്ക് വീണ്ടും ഒരു ബാക്ക് പ്രഷർ കുറച്ച് കൊടുക്കാം. വീണ്ടും ബാക്ക് പ്രഷർ കുറച്ച് കൊടുക്കുമ്പോൾ വെലോസിറ്റി കൂടും, ഇതിലൂടെ ഫ്ലോ വെലോസിറ്റി കൂടും. ബാക്ക് പ്രഷർ കുറയ്ക്കും തോറും കൂടുതൽ ഫ്ലോ വരും. അങ്ങനെ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രഷർ ഇങ്ങനെ ഡ്രോപ്പ് ചെയ്യും, കുറഞ്ഞു വന്നിട്ട് ത്രോട്ടിലെത്തുമ്പോൾ ഏറ്റവും മിനിമം പ്രഷർ, ഇവിടെ ഏറ്റവും മാക്സിമം വെലോസിറ്റി 3ആണ്, മാക് നമ്പർ = 1. അത് ത്രോട്ടിൽ സംഭവിക്കും. അപ്പോൾ മാക് നമ്പർ <1 ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മാക് നമ്പർ 1 ആയിട്ടില്ല എപ്പോഴും. മാക് നമ്പർ <1 വരുന്ന ഫ്ലോ ആണ്. അത്ര ചെറിയ പ്രഷർ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ മാക് നമ്പർ <1 ആയതുകൊണ്ട് സ്ഥിതിക്ക് അവിടെ എത്തുമ്പോൾ ഉണ്ടാവും. ഇവിടെ എത്തി കഴിയുമ്പോൾ വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ശേഷമുള്ള ഭാഗം, ഈ ഭാഗത്തിന് ശേഷമുള്ള ഭാഗം എന്തായിട്ട് ആക്ട് ചെയ്യും, ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്യും. അതുണ്ടാവും, പ്രഷർ വീണ്ടും കൂടും, വെലോസിറ്റി കുറയും. അങ്ങനെ ഇതിലേക്ക് വന്നു. അപ്പോൾ നേരത്തെ A എന്നുള്ള കേസിൻ്റെ പോലെ തന്നെയാണ് B എന്നുള്ള കേസ്. ഇനി നമ്മൾ അടുത്ത കേസ് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രഷർ വീണ്ടും കുറച്ചു. ഈ കേസിൽ ഇത് ക്രിട്ടിക്കൽ പ്രഷർ ആണ് കൊടുക്കുന്നത് നമ്മൾ, ക്രിട്ടിക്കൽ പ്രഷർ. അപ്പോൾ ഈ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
പ്രഷർ വളരെ കുറവല്ലേ, അപ്പോൾ ഫ്ലോ റേറ്റ് കൂടുതലായിരിക്കും. നേരത്തെ പറഞ്ഞ ബിനേക്കാളും അല്ലെങ്കിൽ എനേക്കാളും കൂടുതലായിരിക്കും ബിനേക്കാളും കൂടുതലായിരിക്കും സി. അപ്പോൾ ഫ്ലോ റേറ്റ് കൂടുതൽ മീൻസ് എന്താണ്, വെലോസിറ്റിയും കൂടുതലാണ്. വെലോസിറ്റി കൂടുതലാകുമ്പോൾ ചിലപ്പോൾ ഈ കേസ് പറയുന്നത് വെലോസിറ്റി കൂടുതലായതുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ വെലോസിറ്റി ഇങ്ങനെ കൂടി 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 വന്ന് നോസിലായതുകൊണ്ട് വെലോസിറ്റി ഇവിടെയുള്ള വെലോസിറ്റി ഇപ്പോൾ 5 മീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് 10 ആയി ഉണ്ടാവും, ഇവിടെ 50 ആണെങ്കിൽ ഇവിടെ 100 ആയി ഉണ്ടാവും. അങ്ങനെ കൂടി കൂടി വരികയാണ്. കൂടി കൂടി ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കുക ഇവിടെ എത്തുമ്പോൾ അത് മാക് നമ്പർ ഈക്വൽ ടു 1 ആയി, അഥവാ സോണിക് വെലോസിറ്റി ആയി, സി ഈക്വൽ ടു എ ആയി, അതാണ് മാക് നമ്പർ ഈക്വൽ ടു 1. അപ്പോൾ ഇവിടെ മാക് നമ്പർ ഈക്വൽ ടു 1 ആയി എന്ന് വിചാരിക്കുക. അങ്ങനത്തെ ഒരു കേസ് പ്രഷറാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രഷർ കൊടുത്തുണ്ടാവും ഈ പോയിന്റിൽ ത്രോട്ടിൽ എത്തുമ്പോൾ മാക് നമ്പർ 1 ആയി. മാക് നമ്പർ 1 ആയി കഴിഞ്ഞാൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നീങ്ങുമ്പോൾ ഒരു പൊടിക്ക് ഇപ്പുറത്തും മാക് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ എന്തുണ്ടാവും, മാക് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യും, ഡിഫ്യൂസറായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വെലോസിറ്റി കുറയും, പ്രഷർ കൂടും, എന്നിട്ട് നേരത്തെ സംഭവിച്ച പോലെ സംഭവിക്കും. അല്ല ഇപ്പുറത്തേക്ക് ജസ്റ്റ് കടക്കുമ്പോൾ ആ ഒരു വാല്യൂ എന്താണ്, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ, ജസ്റ്റ് വക്കത്ത് നിൽക്കില്ല, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ എന്ത് വരും, അത് മാക് നമ്പർ ഗ്രേറ്റർ ദാൻ ഇവിടെ മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആവുകയാണെങ്കിൽ എന്ത് വരും, ഈ ഷേപ്പ് എന്തായിട്ട് ആക്ട് ചെയ്യും. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 സൂപ്പർ സോണിക് ആണ്. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഈ ഷേപ്പ് എങ്ങനെ വേണം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, വേരിയേഷൻ ഓഫ് ഏരിയ വിത്ത് മാക് നമ്പർ. അതിൽ മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ഈ കാണുന്ന ഷേപ്പ് എന്തായിട്ട് ആക്ട് ചെയ്യുക, ഈ കാണുന്ന ഷേപ്പ് നോസിലായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുക. അപ്പോൾ എന്തുണ്ടാവും, വീണ്ടും എന്തുണ്ടാവും, ഈ ഭാഗവും നോസിലായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ പ്രഷർ എന്ത് ചെയ്യും, വീണ്ടും കുറയും, അപ്പോൾ വെലോസിറ്റി വീണ്ടും കൂടും, അങ്ങനെ കൂടി കൂടി വരും, അങ്ങനെ വരികയാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ കൊടുക്കുന്ന പ്രഷർ സി ആണെങ്കിൽ മാക് നമ്പർ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇങ്ങോട്ട് വരും, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇങ്ങോട്ട് വരും. മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരണമെങ്കിൽ നമ്മൾ സി കൊടുത്താൽ പോരാ എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഫിഗറിൽ നിന്നും. നമ്മൾ വേറെ പ്രഷർ കൊടുക്കണം, അതായത് ഡി എന്നുള്ള പ്രഷർ ആയിരിക്കും കൊടുക്കണം. സിനേക്കാളും താഴ്ന്ന പ്രഷർ കൊടുക്കുമ്പോഴാണ് അത് ഇവിടേക്ക് വരിക, മാക് നമ്പർ ഗ്രേറ്റർ ദാൻ 1 വരിക. എന്നിട്ട് ഇവിടെ എത്തിക്കഴിയുമ്പോൾ എന്തുണ്ടാവും, ഈ ഇവിടം വരെ എത്തിക്കഴിയുമ്പോൾ ഇതിന് നേരെ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇവിടം വരെ എത്തുമ്പോൾ എന്തായി, ഓൾറെഡി പ്രഷർ കുറഞ്ഞ് ഇത്ര വരെ എത്തി. എന്നാൽ നമ്മൾ കൊടുക്കുന്ന ബാക്ക് പ്രഷർ എത്രയാണ്, ഇത്രയല്ല കൊടുക്കുന്നത്, നമ്മൾ അതിനേക്കാളും അത്ര എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ കൊടുത്തത് സീനേക്കാൾ കുറച്ച് താഴെ ഈ ഡി എന്നുള്ള പ്രഷർ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഈ പ്രഷർ വരുന്നത് ഈ ഷേപ്പ് പ്രകാരം വരുമ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട്, അതായത് പ്രഷർ എന്താണ് ഇവിടെ എത്തിയപ്പോൾ ഇത് ഈ ഭാഗം ഒരു എന്താണ് നോസിലായിട്ട് ആക്ട് ചെയ്ത്, സൂപ്പർസോണിക് നോസിലായിട്ട് ആക്ട് ചെയ്തിട്ട് വെലോസിറ്റി വീണ്ടും കൂടി, പ്രഷർ വീണ്ടും കുറഞ്ഞു, അങ്ങനെ കുറഞ്ഞ് ഈ ലെവല് വിട്ട് കുറഞ്ഞു, ഡി വിട്ട് കുറഞ്ഞ് താഴത്തേക്ക് വന്നു. അപ്പോൾ ഇവിടെ നിന്നും ഡിയിലേക്ക് ആയേ പറ്റുള്ളൂ, കാരണം ബാക്ക് പ്രഷർ ഡി ആണ്. അപ്പോൾ ഇതിന് ഇവിടെ നിന്ന് സഡനായിട്ട് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഇതിന് പറയും ഷോക്ക് വേവ് എന്ന് പറയും. സഡനായിട്ട് ഇവിടെ ഈ പ്രഷറായിട്ട് മാറും, ഒറ്റ സ്ഥലത്ത് വെച്ചിട്ട് സഡനായിട്ട്, ഗ്രാജുവലായിട്ടല്ല മാറുക, സഡനായിട്ട് മാറും. അതാണ് ഇവിടെ പറയുന്ന ഷോക്ക് വേവ്. കണ്ടില്ലേ? ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രഷർ ഇനി ഡിനേക്കാളും താഴ്ന്നൊരു വാല്യൂ വിചാരിക്കുക, ഇ ആണെന്ന് വിചാരിക്കുക. ഇ എന്നുള്ള പ്രഷർ അങ്ങനെയാണെങ്കിൽ എന്തുണ്ടാവും, ഇ എന്നുള്ള പ്രഷർ ആണെങ്കിൽ വീണ്ടും എന്താണ്ടാവും, ഈ പറയുന്ന എന്താണ്ടാവും, ഈ പ്രഷർ വീണ്ടും ഡ്രോപ്പ് ചെയ്ത് വന്നിട്ട് ഇവിടം വരെ എത്തും. ഈ ഒരു ഡയറക്ഷൻ, ഈ ഒരു പോർഷൻ വരെ എത്തും, നോസിലിൻ്റെ ഇവിടം വരെ എത്തും. ഇവിടം വരെ എത്തിക്കഴിയുമ്പോഴാണ് എന്ത് പറയുന്നത്, ഈ വാല്യൂയിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നത്. ഈ വാല്യൂയിലേക്ക് അഡ്ജസ്റ്റ് ആവുന്നു ഇവിടെ വെച്ചിട്ട്. അതെന്ത് വഴിയാണ്, ഷോക്ക് സഡനായിട്ട് ചേഞ്ച് ചെയ്യും. ഈ ലോ പ്രഷറിൽ നിന്ന് ഈ പറയുന്ന ഇതിനെ കൂടിയ പ്രഷറിലേക്ക് മാറിയേ പറ്റുള്ളൂ, കാരണം ബാക്ക് പ്രഷർ ഇതാണ് കൊടുക്കുന്നത്. അങ്ങനെ ആവേണ്ടി വരും. അതാണ് ഇ എന്നുള്ള കേസ്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എഫ് എന്നുള്ള കേസ്. ഈ എഫ് എന്നുള്ള കേസ് വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഫ് ഒരു പ്രത്യേക കേസാണ്. എഫ് എന്നുള്ള കേസ് വരുമ്പോൾ കണ്ടില്ലേ, ഇവിടം വരെ ഈ ജസ്റ്റ് ഈ എക്സിറ്റ് ഓഫ് ദി നോസിൽ കണ്ടില്ലേ അവിടെ, അപ്പം അവിടം വരെ ഈ പറയുന്ന പ്രഷർ ഡ്രോപ്പ് വന്നു ഇവിടം വരെ എത്തും. വെലോസിറ്റി കൂടി ഇവിടം വരെ വരും. ഇവിടെ നിന്നും പിന്നെ അതിന് എന്തായാലും ഇവിടേക്ക് മാറിയേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഷോക്ക് വേവ് ആയിട്ട് ഈ പ്രഷറിലേക്ക് മാറും. ഇനി എഫിനേക്കാൾ താഴത്തൊരു പ്രഷറാണെങ്കിൽ, താഴത്തെ പ്രഷർ ജി ആണെങ്കിൽ അതും ഇതേപോലെ കേസ് സംഭവിക്കുക. ഇങ്ങനെ ജിയിലേക്ക് വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇനി അടുത്ത പ്രഷർ എച്ച്. ഈ പ്രഷർ ആണെങ്കിൽ
ഇവിടെ നിന്ന് കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ വാല്യൂയും നമ്മൾ കൊടുക്കുന്ന ഈ വാല്യൂയും ബാക്ക് പ്രഷറിൻ്റെ വാല്യൂയും സെയിം ആയതുകൊണ്ട് സ്മൂത്തായിട്ട് അത് ഇവിടെ നിന്നും എച്ചിലേക്ക് വരും. ഈ ഒരു കർവിനെ പറയുന്ന പേരാണ് എച്ച് കർവിന് പറയുന്നവരാണ് ഡിസൈൻ കർവ്. നമ്മൾ ഇതിലാണ് ഡിസൈൻ ചെയ്യേണ്ടത് നോസിൽ. ഇങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോക്കൊന്നും ഉണ്ടാവില്ല, എനർജി ലോസ് ഒന്നും ഉണ്ടാവില്ല. എന്താണ് നേരെ വളരെ സ്മൂത്തായിട്ട് വേരിയേഷൻ സംഭവിക്കുകയുള്ളൂ. അങ്ങനെ നമ്മൾ കൊടുക്കുന്ന എക്സിറ്റ് പ്രഷർ അല്ല ബാക്ക് പ്രഷർ, ആ ബാക്ക് പ്രഷറിൻ്റെ വാല്യൂ അപ്പോൾ എത്ര കൊടുക്കേണ്ടത്? പി എച്ച്. എച്ച് എന്നുള്ള കേസിൻ്റെ ഈ ഒരു വാല്യൂ, ഈ ഒരു പ്രഷർ എത്രയാണോ നേരെ വരെ അടിച്ചു കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന പ്രഷറിൽ ഈ പ്രഷർ പി എച്ച് എന്നുള്ള വാല്യൂ ആണ് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഷോക്കൊന്നും ഉണ്ടാവില്ല. ഫുൾ ത്രൂ ഔട്ട് ദി നോസിൽ ഫ്ലോ ഇങ്ങനെ സ്പീഡ് കൂടി 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 വരും, പ്രഷർ കുറഞ്ഞു കുറഞ്ഞു വരും. അങ്ങനെ മാക്സിമം വെലോസിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ എത്തുമ്പോൾ മാക്സിമം വെലോസിറ്റി എത്തണമെങ്കിൽ ഈ എച്ച് എന്ന് പറയുന്ന പ്രഷറാണ് കൊടുക്കേണ്ടത്. എച്ചിനേക്കാൾ ഒന്നുകൂടി താഴ്ത്തി കൊടുത്താൽ എന്തുണ്ടാവും? ചിങ്ങളൊന്നും താഴ്ത്തി കൊടുത്തിട്ട് കാര്യമില്ല. എന്തുണ്ടാവുകയാണ്, ചിങ്ങൾ താഴ്ത്തി കൊടുത്താലും ആ പ്രഷറിലേക്ക് ഇതെന്ത് വരും? ഇവിടെ ഈ പോയിന്റിൽ എത്തി കഴിയുമ്പോൾ എക്സിറ്റ് പ്രഷറിൽ എത്തി കഴിയുമ്പോൾ ചോക്കിങ് സംഭവിക്കുകയാണ്. ഇവിടെ കണ്ടില്ലേ, എക്സിറ്റ് പ്രഷറിൽ എത്തി കഴിയുമ്പോൾ ഇവിടെ നിന്ന് പിന്നെ വെലോസിറ്റി എന്തുണ്ടാവുന്നില്ല, വെലോസിറ്റി കൂടുന്നില്ല, പ്രഷർ കുറയുന്നില്ല. കണ്ട ഈ പ്രഷറിൽ തന്നെ നിൽക്കുന്നത്. ഈ പ്രഷറിലേക്ക് ഇങ്ങനെ ഗ്രാജുവലി കൂടുന്നില്ല, അത് സഡനായിട്ട് അതിന് കൂടാൻ പറ്റുള്ളൂ. ഇവിടെ ഒരു ഷോക്ക് വേവ് ഉണ്ടാവുകയാണ് വീണ്ടും. അതുപോലെ ഈ ജെ എന്നുള്ള പ്രഷർ വീണ്ടും കുറച്ച് കൊടുത്തു വന്നിരിക്കുക, എന്നിട്ടും കാര്യമൊന്നുമില്ല. ഈ ഒരു പ്രഷറിൽ നിന്ന് പി ബാക്ക് പ്രഷറിലേക്ക് സഡനായിട്ട് ഒരു വേരിയേഷൻ ഉണ്ടാവുകയുള്ളൂ. ഇനി ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ഈ ഗ്രാഫിൽ നോക്കാം. അതായത് ഇവിടെ പി ത്രോട്ട് ബൈ പി സീറോ, ത്രോട്ട് പ്രഷർ റേഷ്യോ. ഇവിടെ ബാക്ക് പ്രഷർ ബൈ പി സീറോ, ആ റേഷ്യോ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് കൺവെർജൻ നോസിൽ കണ്ട പോലെ തന്നെ ഇവിടെ നോക്കിയാൽ അറിയാം എന്താണ് ത്രോട്ട് പ്രഷറിൻ്റെ വാല്യൂ സ്റ്റാഗ്നേഷൻ പ്രഷർ തന്നെയാണെങ്കിൽ എന്ത് വരും? ഫ്ലോ ഒന്നും നടക്കില്ല. ത്രൂ ഔട്ട് ദി എന്താണ് ബാക്ക് പ്രഷറും ത്രോട്ട് പ്രഷറും ത്രൂ ഔട്ട് എല്ലാ പ്രഷറും സെയിം തന്നെയായിരിക്കും. അതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ബാക്ക് പ്രഷർ എത്ര വരും? ബാക്ക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും തമ്മിലുള്ള റേഷ്യോ സെയിം. ബാക്ക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും സെയിം വാല്യൂ കിട്ടും. അതാണ് 1 ഉദ്ദേശിക്കുന്നത്. ആ 1 വാല്യൂ ഇവിടെ കിട്ടും. അപ്പോൾ ത്രോട്ടിൻ്റെ പ്രഷർ പി സീറോ തന്നെ കൊടുക്കുകയാണെങ്കിൽ, അതായത് ഇത് ബൈ ഈക്വൽ ടു 1 കൊടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് അങ്ങനെ വരുമ്പോൾ എന്ത് വരും? പി ബി ബൈ പി സീറോൻ്റെ വാല്യൂ 1 വരും. ഇനി ഈ കേസ് നമ്മൾ 0 എന്നാണ് റെപ്രസെൻറ്റ് ചെയ്തിരുന്നത്. ഇനി നമ്മൾ പ്രഷർ എന്താണ് ബാക്ക് പ്രഷർ കുറച്ച് കൊടുക്കുകയാണ്. ഇവിടെ കണ്ട് ഈ ആക്സിസിലുള്ളത് ബാക്ക് പ്രഷറിൻ്റെ എന്താണ് നോർമലൈസ്ഡ് ഫോം, അല്ലെങ്കിൽ എന്താണ് പറയുക നോൺ ഡൈമെൻഷണൽ ടൈപ്പ് ഫോമാണ്. അതായത് പി ബി ബൈ പി സീറോ ചെയ്തതിന് ഡൈമെൻഷൻ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എപ്പോഴും ലെസ് ദാൻ 1 വാല്യൂ കിട്ടും. 0 to 1 വാല്യൂ വരും വ്യത്യാസം. ഇല്ലെങ്കിൽ നമ്മളതിന് 5.6 ബാർ അങ്ങനെ ഒരു ബാറിലായിരിക്കും വാല്യൂ വരിക. അപ്പോൾ അത് ഫിഗർ വരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ എന്താ ചെയ്യുക, മിക്ക പല ഡൈമെൻഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നോൺ ഡൈമെൻഷനലായിട്ടാണ് ചെയ്യുക. ഫിഗറിൽ കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. അപ്പോൾ ബാക്ക് പ്രഷർ നമ്മളിവിടെ എന്ത് ചെയ്യും? ബാക്ക് പ്രഷർ കുറയ്ക്കും. എന്താണ് 1 ഉണ്ടാവില്ല, ഞങ്ങൾ താഴെയുള്ള വാല്യൂ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 0.8 ആണ് വിചാരിക്കുക. പി ബി ബൈ പി സീറോ 0.8 എന്ന് പറഞ്ഞാൽ ഏകദേശം ഇവിടെ വിചാരിക്കുക ആ ഒരു പ്രഷർ. അതായത് ബാക്ക് പ്രഷർ ഈക്വൽ ടു 0.8 ടൈംസ് പി സീറോ, സ്റ്റാഗ്നേഷൻ പ്രഷറിൻ്റെ 0.8 ടൈംസ് ഉള്ളു ബാക്ക് പ്രഷർ. അങ്ങനത്തെ ഒരു പ്രഷറാണെന്ന് വിചാരിക്കുക. ആ സമയത്തുള്ള പോയിന്റ് ഇത് കിട്ടുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അറിയാം എന്താണ്, താഴത്തേക്ക് പോകുമ്പോൾ ഇവിടെ 0.8 ബാക്ക് പ്രഷർ, ഇവിടെ കിട്ടുന്ന വാല്യൂ ഉണ്ടില്ലേ, ഇവിടെ കിട്ടുന്ന വാല്യൂ 1 താഴ്ന്നൊരു വാല്യൂ. അപ്പോൾ ത്രോട്ടിലുള്ള പ്രഷർ എത്രയായിരിക്കും? ത്രോട്ടിലുള്ള പ്രഷർ ഏകദേശം ഈ പറഞ്ഞ പോലെ 1 താഴെയുള്ള വാല്യൂ ആയിരിക്കും. അങ്ങനെ വീണ്ടും ബാക്ക് പ്രഷർ കുറച്ച് കഴിയുമ്പോൾ എന്ത് വരും? ഫോർ എക്സാമ്പിൾ ഒരു 0.7 ആണ് വിചാരിക്കുക. അപ്പോൾ എന്ത് വരും? ഈ ത്രോട്ട് പ്രഷർ എന്താവും? വീണ്ടും കുറയും. അങ്ങനെ ത്രോട്ട് പ്രഷർ കുറയുന്നുണ്ട്. ബാക്ക് പ്രഷർ കുറയ്ക്കുമ്പോൾ ത്രോട്ട് പ്രഷർ കുറഞ്ഞ് സി എന്നുള്ള വാല്യൂ ക്രിട്ടിക്കൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്രിട്ടിക്കൽ പ്രഷർ, ആ ക്രിട്ടിക്കൽ പ്രഷർ റേഷ്യോ 0.528 ആണ്. അതായത് പി ത്രോട്ട് ബൈ പി സീറോ ഈക്വൽ ടു 0.528. ഈ പ്രഷർ റേഷ്യോയിൽ വരുമ്പോൾ എന്ത് വരും? ഇതിൻ്റെ ത്രോട്ടിൻ്റെ പ്രഷർ റേഷ്യോ കുറഞ്ഞ് ഇവിടം വരെ എത്തി. ബാക്ക് പ്രഷർ കുറച്ച് ഇവിടെ എത്തിയപ്പോൾ, അപ്പോൾ ബാക്ക് പ്രഷർ കുറച്ച് വന്നുകൊണ്ട് ഇവിടെ എത്തുമ്പോൾ സി. ഇനി വീണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, വീണ്ടും കുറച്ച് കഴിഞ്ഞാൽ വ്യത്യാസമില്ല. ഈ സിക്ക് ശേഷം
ബാക്ക് പ്രഷർ കുറച്ച് കഴിഞ്ഞാൽ ത്രോട്ടിൽ വ്യത്യാസം വരില്ല. ത്രോട്ടിൻ്റെ പ്രഷർ 0.528, ത്രോട്ടിൻ്റെ പ്രഷർ റേഷ്യോ 0.528 തന്നെയാണ് ഡിയിൽ. അതുപോലെ ഇയിലും എഫിലും ജിയിലും എച്ചിലൊക്കെ ഇതാണ്. അത് നമ്മൾ ബാക്ക് പ്രഷറിൻ്റെ വാല്യൂ ഇനി കുറച്ചിട്ട് കാര്യമില്ല. ബാക്ക് പ്രഷർ നമ്മൾ വീണ്ടും കുറയ്ക്കുകയാണ്, 0.528 എത്തി വീണ്ടും കുറച്ച് കൊണ്ടുവന്നു. പക്ഷെ എന്തുണ്ട്, ത്രോട്ട് പ്രഷർ 0.528 വിട്ട് താഴത്തോട്ട് വരുന്നില്ല. ഇതുപോലത്തെ സിറ്റുവേഷൻ തന്നെയാണ് നമ്മൾ കൺവെർജൻ നോസിലും കണ്ടത്. ഇനി വേരിയേഷൻ ഓഫ് എക്സിറ്റ് പ്രഷർ റേഷ്യോ ആണ് പറയാൻ പോകുന്നത്. എക്സിറ്റ് പ്രഷർ റേഷ്യോ നേരത്തെ ത്രോട്ട് പ്രഷർ റേഷ്യോ ആണ്. അപ്പോൾ എക്സിറ്റ് പ്രഷർ റേഷ്യോ മാറുന്നത് ഇങ്ങനെയാണ്. എക്സിറ്റ് പ്രഷർ റേഷ്യോ ആദ്യം എന്താണ്, എക്സിറ്റ് പ്രഷർ സെയിം ആണ് ആസ് ബാക്ക് പ്രഷർ. അതായത് എപ്പോഴാണ് ഈ എക്സിറ്റ് പ്രഷർ ഈക്വൽ ടു P0 കൊടുക്കുമ്പോൾ എന്ത് വരും, നമ്മൾ പറഞ്ഞു 0 എന്നുള്ള ലൈൻ. എക്സിറ്റ് പ്രഷർ P0 വരുമ്പോൾ ബാക്ക് പ്രഷറും P0 വരും. അപ്പോൾ ഇതെന്താണ്, ഈ റേഷ്യോ 1 വരും, ഇവിടെ റേഷ്യോ 1 വരും. അപ്പോൾ 1, ഇതിന് നേരെ ഇവിടെ 1 എന്നുള്ള പോയിന്റ്, ഇവിടെ 1 എന്നുള്ള പോയിന്റ്. പിന്നെ എന്നുള്ള പ്രഷർ എന്താണ്, നമ്മൾ ബാക്ക് പ്രഷർ കുറച്ച് കുറയ്ക്കുകയാണ്, ഇവിടെ നിന്ന് കുറച്ച് കുറയ്ക്കുകയാണ്. ബാക്ക് പ്രഷർ കണ്ടില്ലേ, PB കുറച്ച് കുറയ്ക്കുമ്പോൾ എന്ത് വരും, ഇവിടെ നിന്ന് എക്സിറ്റ് പ്രഷറും കുറച്ച് കുറയും. എന്നിട്ട് ഈ കാണുന്നൊരു വാല്യൂ ഇത് കുറവാണ്. ഇതിവിടെ 1നേക്കാളും കുറച്ചപ്പോൾ ഇവിടെ 1നേക്കാളും കുറഞ്ഞു, ഇതൊരു വാല്യൂ കിട്ടി. ഇനി വീണ്ടും നമ്മൾ ബാക്ക് പ്രഷർ കുറച്ചിട്ട് ഇത് വെല്ലിക്ക് എത്തുകയാണെങ്കിൽ എന്ത് വരും, ഈ പറയുന്ന B വീണ്ടും കുറഞ്ഞുകൊണ്ട് ലീനിയർലിയാണ് കുറയുന്നത്. അതിനനുസരിച്ച് ഇത് എത്രയാണോ ആവുന്നത് അതേ വാല്യൂ തന്നെയാണ്. ഇവിടെ 0.8 ആയിട്ടുണ്ടെങ്കിൽ കറസ്പോണ്ടിങ്ങിൽ ഇവിടെയും 0.8 അങ്ങനെ കുറഞ്ഞ് വന്നുകൊണ്ട് അവസാനം ഇവിടെ എത്തുമ്പോഴും ഇങ്ങനെ കുറഞ്ഞു വരികയാണ്. ഡിയിലും കുറയുന്നുണ്ട് നേരെ. ഇവിടെ 0.528 ഇത് വ്യത്യാസം വരുന്നില്ല, ഒരു വ്യത്യാസം വരുന്നില്ല. അങ്ങനെ ഇയിൽ ബാക്ക് പ്രഷർ കുറച്ച് വന്നിട്ട് ഇയിലേക്ക് എത്തുമ്പോൾ ബാക്ക് പ്രഷറിൻ്റെ വാല്യൂ കുറയ്ക്കുക എത്രയാണോ അത്ര തന്നെ എക്സിറ്റ് പ്രഷറിലും വരും. പക്ഷേ എഫിലാണ് വ്യത്യാസം വരുന്നത്. എഫ് എന്നുള്ള പോയിന്റിൽ എത്തി കഴിയുമ്പോൾ എന്ത് വരും, എഫ് എന്നുള്ള പോയിന്റിൽ സഡനായിട്ട് വ്യത്യാസം വരുന്നുണ്ട് ബാക്ക് പ്രഷറിൽ. കണ്ട ബാക്ക് പ്രഷർ മാറുമ്പോൾ ബാക്ക് പ്രഷർ PB ഈ പറഞ്ഞ വാല്യൂ എത്തുമ്പോൾ എന്തുണ്ടാവും, സഡനായിട്ട് എക്സിറ്റ് പ്രഷർ മാറുന്നുണ്ട്. പിന്നെ എക്സിറ്റ് പ്രഷറിൽ മാറ്റം വരുന്നില്ല. അതിന് ശേഷം കുറച്ച് ഈ പോയിന്റ് വിട്ട് താഴത്തേക്ക് എത്ര പ്രഷർ, ബാക്ക് പ്രഷർ എത്ര കുറച്ചിട്ടും കാര്യമില്ല. ജിയിൽ കണ്ട ഇതിനേക്കാളും കുറഞ്ഞ ബാക്ക് പ്രഷറാണ് ഇവിടെ. പക്ഷേ എന്തുകൊണ്ട് മാറിയിട്ടില്ല, എക്സിറ്റ് പ്രഷർ മാറിയിട്ടില്ല. എഫിലുള്ള അതേ വാല്യൂ തന്നെയാണ് വരുന്നത് ഇവിടെ. അതുപോലെ എച്ചിലും അതെ, എച്ചിലും എന്താണ് സെയിം വാല്യൂ തന്നെ വരുന്നത്. HIJ എല്ലാം സെയിം വാല്യൂ തന്നെയാണ് വരുന്നത്. ഇനി ഇത് കാണിക്കുന്നത് എന്താണ്, മാസ് ഫ്ലോ പാരാമീറ്ററിൻ്റെ വേരിയേഷനാണ്. അപ്പോൾ ഇവിടെ എന്താ വരുന്നത്, ഈ ആക്സിസിൽ കാണുന്നതാണ് മാസ് ഫ്ലോ പാരാമീറ്റർ, ഈ Y ആക്സിസിൽ. അപ്പോൾ ആദ്യം PB/P0 = 1 അഥവാ PB = P0 ആവുമ്പോൾ ബാക്ക് പ്രഷറും സ്റ്റാഗ്നേഷൻ പ്രഷറും സെയിം കൊടുക്കുമ്പോൾ ഫ്ലോ നടക്കില്ല എന്ന് പറയില്ല. അപ്പോൾ മാസ് ഫ്ലോ റേറ്റ് 0. ഇതാണ് 0. മുകളിലേക്ക് വരുന്നത് ഒരു 1 ആവും, മുകളിലേക്ക് കയറി വരികയാണ്. ഈ PB/P0 ആണ് ഇങ്ങോട്ട്, അത് 0 മുതൽ 1 വരെ ഇങ്ങോട്ട് വരികയാണ്. അങ്ങനെ PB നമ്മൾ എന്താ ബാക്ക് പ്രഷർ കുറക്കും തോറും ഫ്ലോ കൂടി വരണം. A എന്നുള്ള ഫ്ലോയിലേക്ക് എത്തി, പിന്നെ വീണ്ടും കുറച്ചപ്പോൾ B എന്നുള്ള ഫ്ലോയിലേക്ക് എത്തി, വീണ്ടും കുറച്ചപ്പോൾ C എന്നുള്ളതിലേക്ക് എത്തി. ഇനി C വിട്ട് കുറച്ചിട്ട് കാര്യമില്ല, ഈ വാല്യൂ വിട്ട് കുറച്ചിട്ട് കാര്യമില്ല. മാസുള്ള റേറ്റ് മാറുന്നില്ല. സീനേക്കാളും താഴത്തെ ഈ കാണുന്ന പ്രഷറില്ലേ, ഇതിനേക്കാളും താഴത്തെ പ്രഷറാക്കിയിട്ടും ഇത്ര ആക്കിയിട്ടും കാര്യമില്ല, സെയിം ആണ്. ഡിയിലും ഇയിലും എഫിലും ജിയിലും എച്ചിലും ഐയിലും എല്ലാത്തിലും സെയിം മാസ് ഫ്ലോ റേറ്റ് ആണ് വരുന്നത്. ബാക്ക് പ്രഷർ കുറച്ചിട്ട് കാര്യമില്ല, മാസ് ഫ്ലോ റേറ്റ് കൂടുന്നില്ല, മാക്സിമം മാസ് ഫ്ലോ റേറ്റ് എത്തിക്കഴിഞ്ഞു. ഇതിനാണ് പറയുന്നത് ചോക്കിങ് ഇൻ CD നോസിൽ. നേരത്തെ പറഞ്ഞ കൺവെർജൻ നോസിലും ഈ പറഞ്ഞ സംഭവം സംഭവിക്കുന്നുണ്ട്. എന്താണ് ബാക്ക് പ്രഷർ റേഷ്യോ പർട്ടിക്കുലർ വാല്യൂ വിട്ട് താഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല, മാസ് ഫ്ലോ റേറ്റ് മാക്സിമം വിട്ട് കൂടുന്നില്ല എന്നുള്ള സംഭവമാണ് ചോക്കിങ്.